ഹായ്, ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ECBS Neo യൂസ് ചെയ്ത് എങ്ങനെ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. റിപ്പോർട്ട്സിൽ ഇൻവെൻട്രി പാർട്ട് റിപ്പോർട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇൻവെൻട്രിയിൽ നമുക്ക് സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് കൊട്ടേഷൻ, അതുപോലെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ആ ട്രാൻസാക്ഷൻസിൻ്റെ എല്ലാം റിപ്പോർട്ടുകൾ വരുന്നത് മുകളിലുള്ള മൊഡ്യൂൾസിൽ ഇൻവെൻട്രിയിൽ റിപ്പോർട്ട്സ് എന്നുള്ള ഓപ്ഷനിലാണ്. ഇൻവെൻട്രിയിൽ റിപ്പോർട്ട്സ് വന്നു കഴിഞ്ഞാൽ പോളിസിൻ്റെ ബേസിക് വെർഷനിൽ നമുക്ക് നോർമൽ റിപ്പോർട്ട്സ് ഉണ്ട്. അഡ്വാൻസ്ഡ് വെർഷൻസിലാണെങ്കിൽ കൂടുതൽ റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ സെയിൽസിൽ വന്നാൽ നമുക്ക് നോർമലായിട്ടുള്ള റിപ്പോർട്ടെല്ലാം ഇതിൽ ഉണ്ട്. ഹയർ വെർഷൻസിൽ അഡ്വാൻസ്ഡ് റിപ്പോർട്ട്സും ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് റിപ്പോർട്ട്സിൽ സെയിൽസ് റിപ്പോർട്ടാണ് പറയുന്നത്. അതിൽ സെയിൽസ് സമ്മറി ആൻഡ് സെയിൽസ് രജിസ്റ്റർ റിപ്പോർട്ട്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിപ്പോർട്ട്. സെയിൽസ് സമ്മറി റിപ്പോർട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഏത് റിപ്പോർട്ട് ഓപ്പൺ ചെയ്താലും ഫസ്റ്റ് വരുന്ന ഒരു ഫിൽട്ടർ സ്ക്രീനാണ് ഫസ്റ്റ് ഓപ്പൺ ആയി വരിക. അതിൽ മുകളിൽ ഹെഡിങ്ങിൽ ഏത് റിപ്പോർട്ടാണ് എന്നുള്ള ഹെഡിങ് ഉണ്ടാവും. അതിൻ്റെ താഴെ ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ടൈം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമുക്ക് എല്ലാ റിപ്പോർട്ട്സിലും ടൈം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. സെയിൽസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലാണ് ടൈം ഓപ്ഷൻ വരുന്നത്. ഇനി ഏത് ഡേറ്റിലെ റിപ്പോർട്ടാണ് ജനറേറ്റ് ചെയ്യുന്നുള്ളതാണ് ഫസ്റ്റ് വൺ. അതിനുശേഷം അതിൻ്റെ താഴെ നമുക്ക് മറ്റ് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സെയിൽസ്മാൻ ചെയ്ത സെയിൽ മാത്രം നമുക്ക് മതിയെങ്കിൽ നമുക്ക് ആ സെയിൽസ്മാൻ ടിക്ക് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ സെയിൽസ്മാനെ മാത്രം സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ആ ടിക്ക് ഓഫ് ചെയ്യാം. അതുപോലെ കൗണ്ടർ, ഒരു പർട്ടിക്കുലർ കൗണ്ടറിൽ നിന്ന് മാത്രം അടിച്ച സെയിൽസാണ് വേണ്ടത് എങ്കിൽ നമുക്ക് ഈ കൗണ്ടർ ടിക്ക് ചെയ്ത് ഒരു പർട്ടിക്കുലർ കൗണ്ടർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പാർട്ടി കാറ്റഗറി, വൗച്ചർ ഫോം, വെയർ ഹൗസ് എന്നുള്ള ഫിൽറ്റേഴ്സ് സെയിൽസ് സമ്മറിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെയാണ് താഴെ റിപ്പോർട്ട് ഓഫ് എന്നുള്ളതിൽ നമുക്ക് ക്രെഡിറ്റ് സെയിൽ മാത്രം മതിയെങ്കിൽ ഈ ക്രെഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം, ഷോ ക്ലിക്ക് ചെയ്യാം. ക്യാഷ് മാത്രം മതിയെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്യാം. അതുപോലെ കാർഡ്, ബാങ്ക് കാർഡ് യൂസ് ചെയ്ത് അടിച്ച സെയിൽസ് മാത്രം മതിയെങ്കിൽ നമുക്ക് ഈ കാർഡ് എന്നുള്ളത് ചൂസ് ചെയ്ത് ഷോ ക്ലിക്ക് ചെയ്യാം. ഇത് ഡിഫോൾട്ടായിട്ട് നമ്മളൊന്നും സെലക്ട് ചെയ്യാതെ ഷോ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഡേറ്റിലാണോ ഈ റിപ്പോർട്ട് എടുക്കുന്നത് ആ ഡേറ്റ് ഡിഫോൾട്ട് വന്നിട്ടുണ്ടാവും. ഷോ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ റിപ്പോർട്ട് ഓപ്പൺ ആയി വരും. ഡിഫോൾട്ടായിട്ട് വരുന്ന ഗ്രിഡുകളാണ് മുകളിൽ കാണുന്ന ഹെഡിങ്സ്. സീരിയൽ നമ്പർ, ഡേറ്റ്, വൗച്ചർ നമ്പർ തുടങ്ങി നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ഗ്രിഡുകളും മുകളിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. കൂടുതൽ ഗ്രിഡ് ആവശ്യമുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാനും ഇതിലുള്ള ഏതെങ്കിലും ഗ്രിഡ് ഓഫ് ചെയ്യാനും വേണമെങ്കിൽ നമുക്ക് ഈ കോർണറിലെ ഈ ഡോട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഗ്രിഡ് ഓഫ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ GSTIN എന്നുള്ള ഈ ഒരു ഗ്രിഡ് ആവശ്യമില്ല എങ്കിൽ ഇവിടെ ഈ വിസിബിൾ എന്നുള്ള ടിക്ക് ഓഫ് ചെയ്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഗ്രിഡ് ഇവിടുന്ന് ഡിസേബിൾ ആവും. അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രിഡ് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അഡ്രസ് ടു എന്നുള്ള ഗ്രിഡ് എനേബിൾ ചെയ്യണമെങ്കിൽ ഈ ടിക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ അഡ്രസ് ടു എന്നുള്ള ഗ്രിഡ് വിസിബിൾ ആവും. അതുപോലെ നമുക്ക് ഹിഡൻ ചെയ്യാനും വിസിബിൾ ചെയ്യാനും നമുക്ക് ഗ്രിഡ് ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. കോർണറിൽ ഈ ഡോട്ട് ബട്ടൺ. അതുപോലെ ഇനി മുകളിൽ കാണുന്ന ഹെഡിങ്സ്, ഓരോന്നിൻ്റെ ഹെഡിങ് ഉണ്ടാവും. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഈ ഫസ്റ്റ് സെയിൽ പാർട്ടി എന്നുള്ളത് ഒരു ക്രെഡിറ്റ് സെയിലാണ്. അതിവിടെ നോക്കിയാലും അറിയാം ക്രെഡിറ്റ് എമൗണ്ട് എത്രയാണ് എന്നുള്ളത് കാണിക്കും. ഇനി ബാക്കിയുള്ളതെല്ലാം ക്യാഷ് സെയിൽസ് ആണ്. ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ ക്യാഷ് അറ്റ് കൗണ്ടർ എന്നുള്ള ക്യാഷ് സെയിലാണ് മറ്റ് സെയിലുകൾ. ആ ക്യാഷ് സെയിലിൽ എത്രയാണ് ടോട്ടൽ ഗ്രോസ് എമൗണ്ട് വന്നത്, അതിൽ ടോട്ടൽ ഡിസ്കൗണ്ട് എത്ര വന്നു. ഡിസ്കൗണ്ട് നമുക്ക് രണ്ട് ടൈപ്പ് ഡിസ്കൗണ്ട് ഉണ്ട്. അത് ഒന്ന് ഐറ്റം വൈസ് ഡിസ്കൗണ്ട്, രണ്ടാമത്തത് ബിൽ ഡിസ്കൗണ്ട്. അപ്പോൾ ഓരോ ഐറ്റം വൈസ് ഡിസ്കൗണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ കാണിക്കും. ബിൽ ഡിസ്കൗണ്ട് ആണെങ്കിൽ അത് ടോട്ടൽ ബിൽ ഡിസ്കൗണ്ടിൽ വരും. അതുപോലെ ടോട്ടൽ ടാക്സ് എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് ടാക്സ് ഫീൽഡിൽ വരിക. അതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ എത്രയാണ്, അതുപോലെ നെറ്റ് വാല്യൂ എത്രയാണ്, അതിൽ നിന്ന് ക്യാഷായിട്ട് എത്ര കിട്ടി, കളക്ഷൻ അന്ന് ക്യാഷ് എത്ര എമൗണ്ട് വന്നു, അതിൽ ക്രെഡിറ്റ് എത്രയുണ്ട്, അതിൽ തന്നെ ബാങ്ക് എമൗണ്ട് എത്ര, അതായത് UPI കാർഡ് യൂസ് ചെയ്തിട്ടോ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ പേ പോലെയുള്ള UPI പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടോ ചെയ്യുന്ന ബാങ്കിലേക്ക് വരുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ബാങ്ക് എമൗണ്ട് എന്നുള്ളതിൽ ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ കാണിക്കും. പിന്നെ വരുന്ന ഓപ്ഷൻസ് നമുക്ക് ഗ്രിഡ് എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റഡ് ഡേറ്റ്, ടൈം, അതുപോലുള്ള ഓപ്ഷൻസാണ് വരിക. അപ്പോൾ ഈ ഒരു സെയിൽസ് സമ്മറി എടുക്കുന്നതോടുകൂടി ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഡേറ്റിലുള്ള കംപ്ലീറ്റ് സെയിൽസുമായി ബന്ധപ്പെട്ട എല്ലാ റിപ്പോർട്ടും സെയിൽസ് സമ്മറിയിൽ വരും. സെയിൽസ് സമ്മറിയിൽ പാർട്ടിക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഓരോ ഇൻവോയ്സ് വൈസ് ആണ് ലിസ്റ്റ് ചെയ്യുക. അതിൽ ഇൻവോയ്സ് നമ്പർ കാണിക്കും, അത് B2B ആണോ B2C ആണോ എന്നുള്ള ഓപ്ഷൻസ് കാണിക്കും. അതുപോലെ തന്നെ ഇനി മുകളിലുള്ള ഓപ്ഷൻസ്, ഫസ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, എക്സ്പോർട്ട് ടു എക്സൽ എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്.
ഇത് ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ടു എക്സൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സലിലേക്ക് ജനറേറ്റ് ആവും. ജനറേറ്റ് ആയി കഴിഞ്ഞാൽ താഴെ എക്സലിൽ ആ ഓപ്ഷൻ, ആ റിപ്പോർട്ട് എക്സലിൽ ജനറേറ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മൾ എന്തൊക്കെ ഗ്രിഡുകളാണോ അവിടെ എനേബിൾ ചെയ്തിട്ടുള്ളത് ആ ഗ്രിഡുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും. അതിനുശേഷം ഇത് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. എക്സ്പോർട്ട് ടു എക്സൽ എന്നുള്ള ഓപ്ഷൻ. രണ്ടാമത് റിഫ്രഷ് ചെയ്യാനുള്ളതാണ്. എന്തെങ്കിലും പുതിയ എൻട്രീസ് വന്നിട്ടുണ്ടെങ്കിൽ റിഫ്രഷ് ചെയ്യുന്നതോടുകൂടി ആ പുതിയ എൻട്രീസ് ഈ ലിസ്റ്റിൽ വരും. മൂന്നാമത് വരുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫിൽറ്റേഴ്സ് കൂടുതൽ ആഡ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫിൽറ്ററും ക്ലിക്ക് ചെയ്യാതെയാണ് ഡേറ്റ് റിപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ഒരു പർട്ടിക്കുലർ പാർട്ടിയുടെ മാത്രം മതിയെങ്കിൽ നമുക്ക് ഈ പാർട്ടി ക്ലിക്ക് ചെയ്ത് ഒരു XYZ ഇപ്പോൾ നമ്മൾ അടിച്ചിട്ടുള്ള ഒരു പാർട്ടിയെ മാത്രം സെലക്ട് ചെയ്ത് ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ സെയിൽ മാത്രമായിരിക്കും ഈ ലിസ്റ്റിൽ വരിക. അതുപോലെ വീണ്ടും ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്യാഷ് സെയിൽ മാത്രമാണ് ലിസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ക്യാഷ് എന്ന് ക്ലിക്ക് ചെയ്ത് ഷോ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഡേറ്റിൽ അടിച്ചിട്ടുള്ള ക്യാഷ് സെയിൽ മാത്രമായിരിക്കും ഈ റിപ്പോർട്ടിൽ ജനറേറ്റ് ആവുക. വീണ്ടും ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ക്രെഡിറ്റ് അല്ലെങ്കിൽ കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ കാർഡ് എമൗണ്ട് മാത്രം അവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓപ്ഷൻ യൂസ് ചെയ്ത് ഫിൽറ്ററിങ് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഡേറ്റ് ഇപ്പോൾ 1 തൊട്ട് 1/6 തൊട്ടുള്ള ഫുൾ റിപ്പോർട്ട് വേണമെങ്കിൽ 1/6 സെലക്ട് ചെയ്ത് ഷോ ക്ലിക്ക് ചെയ്യാം. 1/6 തൊട്ടുള്ള എല്ലാ റിപ്പോർട്ടും ജനറേറ്റ് ആവും. അതുപോലെ തന്നെ നമുക്കൊരു ടൈം, ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം അടിച്ച സെയിലും ഇതുപോലെ ഷോ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻസ് വരുന്നത് ഡയറക്റ്റ് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനാണ്. ഈ റിപ്പോർട്ട് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാതെ ഡയറക്റ്റ് പ്രിൻ്റ് എടുക്കാനും ആ പ്രിൻറ്റിൻ്റെ പ്രിവ്യൂ കാണുവാനുള്ള ഓപ്ഷൻ. ഇവിടെ പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പ്രിൻ്റർ ഏതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. പ്രിൻ്റ് ക്ലിക്ക് ചെയ്താൽ ആ പർട്ടിക്കുലർ പ്രിൻ്ററിലേക്ക് ഈ റിപ്പോർട്ട് ഡയറക്റ്റ് പ്രിൻ്റ് ആവും. അടുത്ത ഓപ്ഷൻ വരുന്നത് ഈ ഗോ ലാസ്റ്റ് എന്നുള്ള ഓപ്ഷനും ഗോ ഫസ്റ്റ് എന്നുള്ളതുമാണ്. കൂടുതൽ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു മാസത്തെ റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പേജസ് റിപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ലാസ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഗോ ലാസ്റ്റ് എന്നുള്ള ബട്ടൺ യൂസ് ചെയ്യുന്നത്. അതുപോലെ നേരെ തിരിച്ചും ഗോ ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് പേജിലേക്ക് എത്തും. അടുത്തത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത്രയും ഓപ്ഷൻസ് എല്ലാ റിപ്പോർട്ട്സിലും കോമൺ ആയിട്ടാണ് വരുന്നത്. ഓപ്ഷൻസ് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ളത്, ക്ലോസ് ചെയ്യാനുള്ളത് എല്ലാം സെയിം ആണ് ഈ പാറ്റേൺ. അതുപോലെ തന്നെയാണ് റിപ്പോർട്ട്സിൽ സെയിൽസ് രജിസ്റ്റർ. സെയിൽസ് രജിസ്റ്റർ എടുക്കുമ്പോഴും സെയിം ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് വരിക. ബട്ട് ഫിൽറ്ററിങ്ങിൽ ചേഞ്ചസ് ഉണ്ട്. സെയിൽസ് സമ്മറി റിപ്പോർട്ടിൽ ഓരോ ഇൻവോയ്സ് വൈസ് ആണ് റിപ്പോർട്ട് വരുന്നതെങ്കിൽ സെയിൽസ് രജിസ്റ്ററിൽ ഐറ്റം വൈസ് ആണ്. അതായത് ഐറ്റം ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സെയിൽസ് രജിസ്റ്റർ റിപ്പോർട്ടിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഫിൽറ്ററിംഗ് ഓപ്ഷൻ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. പ്രൊഡക്റ്റ് ഗ്രൂപ്പ്, ബ്രാൻഡ്, പ്രൊഡക്റ്റ് നെയിം, പ്രൊഡക്റ്റ് കോഡ് എന്ന് തുടങ്ങിയ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസിൽ വരുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ അടിച്ചിട്ടുള്ള കംപ്ലീറ്റ് സെയിലും അവിടെ ഐറ്റം വൈസ് ലിസ്റ്റ് ചെയ്യും. ഓരോ ഐറ്റവും എത്ര അടിച്ചു, അത് എത്ര ക്വാണ്ടിറ്റി, അതിൻ്റെ യൂണിറ്റ് പ്രൈസ് എത്രയാണ്, ഫ്രീ വല്ലതും ഉണ്ടെങ്കിൽ അത്, യൂണിറ്റ് ഏതാണ്, തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ വിൻഡോയിലേക്ക് തിരിച്ചു പോകാം. ഈ ഫിൽറ്റർ വിൻഡോയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റഗറി അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു പോർഷൻ മാത്രമായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ, അതായത് ഒരു ഗ്രൂപ്പ് മാത്രം, ഇപ്പോൾ റൈസ് എന്നുള്ള ഗ്രൂപ്പ് മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റൈസ് എന്നുള്ള ഗ്രൂപ്പിലുള്ള സെയിൽസ് മാത്രമായിരിക്കും ലിസ്റ്റ് ചെയ്യുക. ഇനി ഒരു സെക്ഷൻ വൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്ഷനിലുള്ള പ്രൊഡക്ട്സ് മാത്രമായിരിക്കും ആ ലിസ്റ്റിൽ വരിക. അതുപോലെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് മാത്രമാണെങ്കിൽ അത് സെയിം പ്രൊഡക്റ്റിൻ്റെ പേര് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യാം, പ്രൊഡക്റ്റിൻ്റെ കോഡ് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്യാം. അതുപോലെ സെയിൽസ് മാൻ, നമുക്ക് ഏത് ഫിൽറ്ററാണോ വേണ്ടത് ആ ഫിൽറ്റർ സെലക്ട് ചെയ്യുക. ഡേറ്റ്, ഫ്രം ഡേറ്റ് ആൻഡ് ടു ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു അഡ്വാൻസ്ഡ് ഓപ്ഷൻ ഉള്ളത് ബിലോ കോസ്റ്റ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ബിലോ കോസ്റ്റ് ആയിട്ട് ഏതെങ്കിലും സെയിലിൽ പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ മാത്രം ഐറ്റംസ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയും. ഇത്രയും ഫിൽറ്റേഴ്സ് ഉണ്ട്. ഈ ഫിൽറ്റേഴ്സിൽ ഏത് ഓപ്ഷൻ യൂസ് ചെയ്തിട്ടും ഷോ ചെയ്യാം. ആ ഐറ്റംസ് മാത്രമായിരിക്കും ആ ലിസ്റ്റിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സെയിൽസ് രജിസ്റ്ററിലുള്ളത്. ഇതുപോലെ തന്നെയാണ് മറ്റ് എല്ലാ റിപ്പോർട്ട്സും.
പർച്ചേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പർച്ചേസ് സമ്മറി ഉണ്ട്, പർച്ചേസ് രജിസ്റ്റർ ഉണ്ട്. അതുപോലെ പർച്ചേസ് റിട്ടേണിലേക്ക് വരികയാണെങ്കിൽ അതുപോലെ തന്നെയാണ് പർച്ചേസ് സമ്മറി, പർച്ചേസ് രജിസ്റ്റർ. ഇതുപോലെ എല്ലാ റിപ്പോർട്ട്സും അവൈലബിൾ ആണ്. ഇനി എല്ലാ റിപ്പോർട്ടും കൂടി കോമൺ ആയിട്ട് വരുന്ന നമുക്ക് റിപ്പോർട്ട് വരുന്നത് ഇൻവെൻട്രി രജിസ്റ്റർ എന്നുള്ള റിപ്പോർട്ടാണ്. ഇൻവെൻട്രി രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻ ടൈപ്പ് സെലക്ട് ചെയ്യാൻ കഴിയും. ഈ ട്രാൻസാക്ഷൻ ടൈപ്പിൽ ഇതിനകത്തുള്ള പോളിസീസിലെ എല്ലാ ട്രാൻസാക്ഷൻസും ഈ ലിസ്റ്റിൽ വരും. അതിൽ ഏത് ട്രാൻസാക്ഷൻസിൻ്റെ രജിസ്റ്ററാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ മാത്രം സെലക്ട് ചെയ്ത് ഡേറ്റ് കൊടുത്തതിന് ശേഷം ഷോ ക്ലിക്ക് ചെയ്യാം. ആ ഡേറ്റിൽ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ ഷോ ചെയ്യും. ഇൻവെൻട്രി റിപ്പോർട്ട്സ്, ഇൻവെൻട്രി രജിസ്റ്റർ. അതുപോലെ തന്നെയാണ് മറ്റ് എല്ലാ റിപ്പോർട്ട്സും വരുന്നത്. നമുക്ക് റിപ്പോർട്ട്സിലെല്ലാം അതിൻ്റെ ഫിൽറ്ററിംഗ് ഓപ്ഷൻ ഫസ്റ്റ് അവൈലബിൾ ആവും. അതിലേതാണോ ഫിൽറ്റർ ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിൽറ്ററിനനുസരിച്ചുള്ള റിപ്പോർട്ട് ഷോ ചെയ്യും.